അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുൽത്താനുൽ ഉലമയുടെ ആത്മകഥ എന്നുള്ള ബുക്ക് ഇറങ്ങിയപ്പോ ചില ആളുകൾക്കൊക്കെ കുരുപൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ചേകനൂര് വധക്കേസുമായി ബന്ധപ്പെട്ട് കമാൽ ബാഷ കാട്ടിക്കൂട്ടിയ വിഷയം ആ ബുക്കിൽ ചേർത്തപ്പോൾ കമാൽ ബാഷ അത് സംബന്ധമായി കൊണ്ട് ഇനി അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ഇത് നിർബന്ധമായിട്ട് ചോദിച്ചുകൊണ്ട് ഒരു ചാനലിൽ ഇതൊക്കെ എഴുതി വന്ന് കാണിച്ചത് കൊണ്ട് മാത്രം ഞാനിതിന് അങ്ങ് തയ്യാറായി പോയതാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇത് ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ആരോപണങ്ങളാണ്, ആരുമല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ കമാൽ പാഷ എന്ന വ്യക്തിയും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് ആരുമല്ല. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിൽ തലപുണ്ണാക്കുന്ന ഒരാളല്ല ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ്. അങ്ങനെ ചാനലുകാർക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കൊണ്ട് കാത്തിരിക്കുന്ന ഒരു സമയം തക്കം നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ എം.എൻ. കാരശ്ശേരിയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ബുക്കിൽ കാണാനിടയായി. അപ്പൊ ചാനലുകാര് നേരെ അവരുടെ മൈക്ക എം.എൻ. കാരശ്ശേരിയുടെ നേരെ മാഷ അടുക്കലേക്ക് തിരിച്ചു. എം.എൻ. കാരശ്ശേരി എന്ത് ചെയ്തു? വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ ചേകനൂര് വധക്കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ബുക്ക് എഴുത്തിലും പ്രഭാഷണത്തിലും അതുപോലെ തന്നെ അതിന്റെ പല വാദങ്ങളിലുമായി കൊണ്ട് ഇടപെട്ട ഒരാള് എം.എൻ. കാരശ്ശേരി തന്നെയാണ് എന്ന് കാരശ്ശേരി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല അസംബ്ലിയിലോ മറ്റോ ഒന്നും അതിനെ ചർച്ച ചെയ്യാത്തതിന്റെ പേരിൽ വിഷമമുണ്ട് എന്ന് വരെ ഒക്കെ എം.എൻ. കാരശ്ശേരി പറയുന്നുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എം.എൻ. കാരശ്ശേരിയുടെ അടുക്കൽ ചെന്നിട്ട് ചാനലുകാര് ചോദിച്ചപ്പോ പ്രത്യേകിച്ചൊന്നും ചാനലുകാർക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാന്തപുരത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു രൂപത്തിലുള്ള വാക്കുകളൊന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ ബുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് പടച്ചോൻ എന്നാ ഇതുമെങ്കിൽ ഇതുമ കൂടുക എന്നുള്ള നിലക്കാണ് ഇപ്പൊ കുറെ ആൾക്കാർ കൂടിയിട്ടുള്ളത്. ഏതായാലും അതിലൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ സുൽത്താനുൽ ഉലമ ഒന്ന് കണ്ടിട്ടേ ഇറക്കുള്ളൂ. ഉസ്താദ് ഒരു കാര്യം ഇറക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒന്ന് കാണാതെ ഇറക്കൂല. എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതൊന്നും പറയാതെ ഉസ്താദ് എന്ത് ചെയ്യൂല, ഒന്നും ചിന്തിക്കാതെ ഉസ്താദ് ചെയ്യൂല. എം.എൻ. കാരശ്ശേരിയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. കാന്തപുരത്തിൻ്റെ ഒരു ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രത്യേകം ചേകനൂർ മൗലവി വധത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം തന്നെയുണ്ട്. അതിൽ മാഷിനെ കുറിച്ച് ഒരു പരാമർശമുണ്ട്. മാഷ നിരന്തരമായി ലേഖനങ്ങൾ എഴുതി കാന്തപുരത്തെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ ടെലിവിഷൻ കാണുന്ന ആളുകൾക്ക് ചേകനൂർ കേസ് എന്താണെന്ന് അറിഞ്ഞൂടായിരിക്കും. കാരണം 1993 10-30 കൊല്ലം കഴിഞ്ഞു പോയി. അപ്പോൾ കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ചേകനൂർ ഇവിടുത്തെ യാഥാസ്ഥികന്മാർ തമ്മിൽ. അപ്പോൾ 93 ജൂലൈ 29 അദ്ദേഹത്തെ അവർ തട്ടിക്കൊണ്ടുപോയിട്ട് അത് അന്നൊക്കെ വാർത്ത വന്നിരുന്നത് മൗലവിയുടെ തിരോധാനം എന്നാണ്. അപ്പോൾ അടുത്ത ആഗസ്റ്റ് 15 സാക്ഷാൽ ഈ മൊയ്തു മൗലവി തൃശ്ശൂരിൽ കെ കരുണാകരനെ കണ്ട്, അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരനാണ്, അദ്ദേഹം നിവേദനം കൊടുക്കുന്നുണ്ട് 17 ദിവസം കഴിഞ്ഞപ്പോൾ. എന്താണ് അത്? CBI ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാദ്യം മൗലവിയുടെ നാട്ടുകാരനും ഒരു ബന്ധുവൊക്കെയാണ് ചേകനൂർ. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സാമ്പ്രദായിക മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് മൊയ്തു മൗലവി. ചേകനൂർ മൗലവി അങ്ങനെയല്ല. പക്ഷേ ചേകനൂർ മൗലവിയുടെ ആദ്യ ഭാര്യ മൊയ്തു മൗലവിയുടെ ഒരു ബന്ധുവാണ്. വിഷയമൊന്നുമല്ല, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര പ്രവർത്തകനാണ് മൊയ്തു മൗലവി. അദ്ദേഹമാണ് അത് തുടങ്ങുന്നത്, ഞാനല്ല. പക്ഷേ അന്ന് ക്രൈംബ്രാഞ്ചിന് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് 108-ാം വയസ്സിലാണ് മൗലവി ഇറങ്ങുന്നത്. 2 വർഷം കഴിഞ്ഞ് മൗലവി മരിച്ചുപോയി, ഈ മൊയ്തു മൗലവി. തീർച്ചയായിട്ടും ഞാനതിൽ ധാരാളം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ജോലി ചേകനൂർ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്.
കാരണം അദ്ദേഹത്തെ തിരോധാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാനത് ചെന്ന് അന്വേഷിച്ചു. ഞാനൊരു ഭാഷാഭൂഷൺ ലേഖനമൊക്കെ എഴുതിയിരുന്നു, ഞാൻ പലയിടത്തും പ്രസംഗിച്ചിരുന്നു, ഞാനതിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഉറപ്പ് തന്നെയാണ്. അതായത് ആ കേസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17 കൊല്ലം നടന്നു. അതിൽ പ്രധാന പ്രവർത്തകൻ ഞാൻ തന്നെയായിരുന്നു. ഞാനാണ് ലേഖനങ്ങൾ അത് എഴുതിയത്. പക്ഷെ അതിലൊരിക്കലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രതിയാക്കണം എന്ന് ഞാൻ പറയുകയോ ഭാവിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അതിലെ പ്രതികൾ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CBI എന്നെ വിചാരണ ചെയ്തിരുന്നു. ഞാൻ അവിടെ പറഞ്ഞു അത് ആരാന്ന് ഞാനത് ആ ആളെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അയച്ചു തന്ന 2 പേജേ ഞാൻ വായിച്ചിട്ടുള്ളൂ, കാന്തപുരത്തിൻ്റെ ആത്മകഥ. അതിലിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി കഴിയുന്നത്ര ജോലി ചെയ്തിട്ടുണ്ട്. സത്യമാണത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രധാനപ്പെട്ട ഒരു പണി അതാണ്. കാരണം മതത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരാൾക്ക് ജീവിക്കാൻ അർഹതയില്ല എന്ന് വന്നാൽ അത്തരം ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഇല്ലാതെയായിപ്പോവും. അപ്പം മരിച്ചുപോയ ചേകനൂരിൻ്റെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ പൊരുതിയത്. ഞാൻ ചേകനൂരിൻ്റെ സുഹൃത്തായിരുന്നു, അല്ല ഞാൻ അദ്ദേഹത്തിന് അനുയായിയല്ല. ഞാനൊരു മതം അനുഷ്ഠിക്കുന്ന ആളല്ല. ചേകനൂർ മതം അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ്.